السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين. أما بعد. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ ജീവിതത്തിൽ നമസ്കാരം എന്ന് പറയുന്നത് തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി, അതിനുള്ള ഒരു മാർഗമായിരുന്നു. അപ്പൊ നമ്മൾക്കൊക്കെ സുപരിചിതമായ പല പ്രവാചക മൊഴികളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയും, യാ ബിലാൽ അരിഹ്ന ബിസ്സലാ, ബിലാലെ ഒന്ന് ബാങ്കിന്റെ അറിയിപ്പ് കൊടുക്ക്. അതെന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ മനസ്സിന്റെ ആ നൊമ്പരങ്ങൾ, ആ ഭാരങ്ങൾ അതെല്ലാം ഞാനൊന്ന് ഇറക്കി വെക്കട്ടെ. അപ്പൊ മനസ്സൊന്ന് ശാന്തമാകാൻ, ഹൃദയം ഒന്ന് ആനന്ദത്തിലായി തീരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഏവർക്കും അറിയുന്ന മറ്റൊരു പ്രവാചക വചനമാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ട്, എന്റെ കണ്ണുകൾക്ക് കുളിർമയുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിന് ഏറ്റവും അധികം ശാന്തി ലഭിക്കുന്നത്, എന്റെ ഹൃദയത്തിന് ഏറ്റവും സന്തോഷവും ആനന്ദവും സമാധാനവും ഉണ്ടായിത്തീരുന്നത് നമസ്കാരത്തിൽ വെച്ചാണ്. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മളുടെയൊക്കെ നമസ്കാരത്തിന്റെ അവസ്ഥ. നമ്മളുടെ നമസ്കാരത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ആ ഒരു അവസ്ഥകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അഥവാ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ശരീരം പോലെ നമ്മളുടെ ആരാധനയുടെ യഥാർത്ഥമായ തേജസ് നഷ്ടപ്പെട്ട ഒരു ആരാധനയായി, കേവലം ഒരു ചടങ്ങ് കാണിച്ചു കൂട്ടൽ മാത്രമായി നമ്മളുടെ നമസ്കാരങ്ങൾ മാറി. അപ്പൊ നമസ്കാരത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. നമസ്കാരത്തിൽ കൈ എവിടെ കിട്ടണം നമ്മൾ നോക്കും. അതുപോലെ തന്നെ നമസ്കാരത്തിൽ എങ്ങനെ ഖുർആൻ ഓതണം നമ്മൾ ശ്രദ്ധിക്കും. എന്ത് ദിക്ർ ചെല്ലണം നമ്മൾ ശ്രദ്ധിക്കും. നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ എങ്ങനെ ഇരിക്കണം നോക്കും. കൈ എങ്ങനെ ഉയർത്തണം നമ്മൾ നോക്കും. പക്ഷെ നമസ്കാരത്തിന്റെ കാതലായ ഖുശൂ അഥവാ ആ ഭയഭക്തിയെ സംബന്ധിച്ചോ അതിനെക്കുറിച്ച് നമ്മൾക്ക് ആർക്കും ചർച്ചയില്ല, ഓർമ്മയുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമസ്കാരം ഒരു മനുഷ്യന് ഭാരമായി തീരുന്നത്, അതൊരു ബാധ്യത പോലെ ആയിത്തീരുന്നത് എപ്പോഴാണ് എന്ന് അള്ളാഹു നമ്മളെ ഉണർത്തുന്നുണ്ട്. അവിടെ അള്ളാഹു പറഞ്ഞത് നിങ്ങള് രണ്ട് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേട്, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും. എന്നിട്ട് അള്ളാഹു തആല ആ ആയത്തിൽ തുടർന്ന് പറയുന്നുണ്ട്, അഥവാ നമസ്കാരത്തിന്റെ ഉള്ളിലെ ഭയഭക്തി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഭാരമായി തീരും. പിന്നെ നിങ്ങളുടെ മനസ്സിന് ആനന്ദം അത് തരൂല, നിങ്ങളുടെ ഹൃദയത്തിന് ആ നമസ്കാരം സന്തോഷം തരൂല. എപ്പോഴാണ് നിങ്ങളുടെ ആ നമസ്കാരത്തിന്റെ യഥാർത്ഥ ചൈതന്യമാകുന്ന ആ ഭയഭക്തി അഥവാ ഖുശൂ നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടായിത്തീരുന്ന അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ നമ്മളിത് ഗൗരവത്തിൽ കാണണം. നമ്മൾക്കതിൽ മാറ്റം വരുത്താനും തീർച്ചയായും കഴിയും. അതിനുള്ളതായ പോംവഴികൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വാഹിബു സിർ, പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനായ ഒരു സ്വഹാബിയാണ് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, അവ്വലു മാ തുഫ്തിദൂന മിൻ ദീനിക്കും, ഖിയാമത്ത് നാള് സമാഗതമാകുമ്പോ ആദ്യമായി നിങ്ങളുടെ ദീനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, ഒന്നാമതായി നിങ്ങളുടെ ദീനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അൽ ഖുശൂ, ഭയഭക്തിയായിരിക്കും. വആഖിറു മാ തുഫ്തിദൂന മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിന്ന് അവസാനം നഷ്ടപ്പെടാൻ പോകുന്നത് നമസ്കാരവുമായിരിക്കും. അപ്പൊ നമസ്കാരം ഉണ്ടാകും, പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾക്ക് എന്ത് നഷ്ടപ്പെട്ടു പോകും? നമസ്കാരത്തിന് ഭയഭക്തി നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വറുബ്ബ മുസല്ലിൻ, എത്ര നമസ്കാരക്കാരാണ് ലാ ഖൈറ ഫീ, ആ നമസ്കാരം കൊണ്ട് അവർക്ക് നന്മകൾ നേടിയെടുക്കാൻ കഴിയാതെ പോകുന്നത്. കാരണം ഫവൈലുൻ ലിൽ മുസല്ലീൻ, ഖുർആൻ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമസ്കാരം. അതിനെ സംബന്ധിച്ച് അശ്രദ്ധനാകുമ്പോൾ അത് വലിയ നാശം നമ്മളുടെ ജീവിതത്തിൽ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്.
എന്നിട്ട് മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, പള്ളികൾ നിറയെ ആളുകളെ കാണാൻ സാധിക്കും, പക്ഷേ ഫലാ തറാ ഫീഹിം ഇല്ലാ ഖാശിആ, അവരിൽ ഖുശൂ ഉള്ള നമസ്കാരത്തിന്റെ ഭയഭക്തി നിലനിർത്തുന്ന ആളുകളെ വളരെ വിരളമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പിന്നീട് നമ്മളുടെ പ്രാർത്ഥനകൾ പോലും തടയപ്പെടും. ഇന്ന് നമ്മൾക്കറിയാം, നമ്മൾ ആ നിലയിലുള്ള വലിയ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. ലോകം മുഴുവൻ പ്രയാസങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ മുന്നേറുമ്പോഴും നമസ്കാരത്തിന് ശേഷം പോലും അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത വണ്ണം നമ്മൾ മാറുന്നു. ആ നിലയിൽ നമ്മളുടെ പല മേഖലകളിലും പ്രയാസങ്ങൾ അതിക്രമിച്ചു വരികയും ചെയ്യുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ആ ഒരു ബന്ധം, ആ ഒരു ഭയഭക്തിയുടെ ബന്ധം നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത്? അതിന് പല പോംവഴികളും പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തആല നമ്മളുടെ ആരാധനകൾ ചൈതന്യം ചോർന്നു പോകാതെ ഭയഭക്തിയോടെ ഖുശൂഅോടെ നിർവഹിക്കാനുള്ള ആ ഒരു തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.